ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ നിഷേധം. പനി ബാധിച്ചെത്തിയ കുട്ടിക്ക് ചികിത്സ നൽകിയില്ലെന്ന് പരാതി. കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ സന്ദർശനത്തിനിടെയാണ് സംഭവം നടന്നത്. മന്ത്രിയോട് പ്രതികരണം തേടിയെങ്കിലും സൂപ്രണ്ടിനോട് വിശദീകരണം തേടാൻ പറഞ്ഞ് മടങ്ങുകയായിരുന്നു. ഈ വാർത്തയുടെ വിവരങ്ങളുമായി സുബിൻ തോമസ് ആണ് ചേരുന്നത്. സുബിനെ, അങ്ങനെ ഈ സർക്കാരിന്റെ കാലത്തും ചികിത്സാ നിഷേധം, ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ അതിങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായ തൊടുപുഴ ജില്ലാ ആശുപത്രിയിലാണ് ചികിത്സാ നിഷേധം നടന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ പനി ബാധിച്ചെത്തിയ കുട്ടിക്ക് ചികിത്സ നൽകിയില്ല എന്നാണല്ലോ പരാതി. യഥാർത്ഥത്തിൽ എന്താണ് ഈ കുട്ടിയുടെ കുടുംബത്തിന് പറയാനുള്ളത്? കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയ ഈ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? പറയൂ. നിലവിൽ കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കോട്ടയത്തെ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഈ ആരോഗ്യമന്ത്രിയുടെ സന്ദർശനം നടക്കുന്നതിനിടയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഗുരുതരമായി പനി ബാധിച്ച് ഫിറ്റ്സ് ബാധിച്ചെത്തിയ കുട്ടിയാണ് ഡോക്ടറില്ല എന്ന കാരണത്താൽ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചത്. ഡോക്ടർമാരുടെ അഭാവം വലിയ രീതിയിലുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് ഉയരുന്നത്. ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിൽ വലിയ രീതിയിലുള്ള ഒരു രോഗികളുടെ നീണ്ട നിര തന്നെ രൂപപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ പരാതിയുമായി ഈ രോഗികൾ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമാണുള്ളത്. നിലവിൽ ഡോക്ടർമാരുടെ വലിയ രീതിയിലുള്ള അഭാവം ഈ ആശുപത്രിയിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആളുകൾക്ക് ചികിത്സ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത്, ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സന്ദർശന വേളയിൽ മന്ത്രി ആശുപത്രിയിലേക്ക് കയറി വരുന്ന സമയത്താണ് കുട്ടിയെ ഇവിടെ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ സമയത്ത് തന്നെ അവിടെ പ്രതിഷേധം ഉടലെടുത്തിരുന്നു. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണവും നടത്താൻ ആരോഗ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ അത് ഈ ആശുപത്രി സൂപ്രണ്ടിനോട് ചോദിക്കുമെന്ന് മറുപടിയാണ് മാധ്യമപ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മറുപടി ആരാഞ്ഞപ്പോൾ ലഭിച്ചത്. എന്തായാലും ഇടുക്കി ജില്ലാ ആശുപത്രിയിലാണ് ഈ ചികിത്സാ നിഷേധം നടന്നിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസിന്.